മാനസേശ്വരി. ശിവൻകുട്ടിയേട്ടാ, എന്താ മായേ? എന്നാലും എന്താ ശിവൻകുട്ടിയേട്ടാ കേട്ടതൊക്കെ? വേറൊരാളുടെ ഭാര്യയുടെ പിന്നാലെ പോയി. അയ്യോ മായ എന്തായി പറയുന്നേ? ആ മായ കണ്ടിട്ടുണ്ടല്ലോ. മായ കണ്ടു കഴിഞ്ഞാൽ മായ വരെ മായ എന്നെ വിളിക്കും. മായ എന്നെ തെറ്റിദ്ധരിക്കരുത്. ചെറിയച്ഛൻ പറഞ്ഞത് മായ കേട്ടില്ലേ? ഒരാളെ പോലെ തന്നെ വേറെ 6 പേരുണ്ടാവും അത്രേ. ഓ അത് ശരി. അപ്പൊ എന്റെ പേരും പറഞ്ഞ് ഇനി 5 പേരെ കൂടി കയറി പിടിക്കാനല്ലേ? ശിവൻകുട്ടിയേട്ടൻ ഇനി എന്റെ മുമ്പിൽ കണ്ടുപോകരുത്. മായേ ഒന്ന് നിൽക്കൂ. ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറയരുത്. എന്റെ ഹൃദയക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ മറ്റൊരു വിഗ്രഹം തേടാൻ എനിക്ക് വയ്യ. മായ എനിക്ക് അത്രയ്ക്കും ഇഷ്ടമാണ്. ഒരു പാവന ഹൃദയവുമായി ഈ തറവാട്ടിൽ കുട്ടിക്കാലം മുതൽ നമ്മൾ ഒരുമിച്ച് കളിച്ചു വളർന്ന് എന്തിനായിരുന്നു മായ ഒരുപാട് പഠിച്ചു. ഞാൻ 8ാം ക്ലാസ്സിൽ 4 തവണ തോറ്റു. അതെന്റെ കുറ്റമല്ല. ചെറിയച്ഛൻ ചതിച്ചു എന്ന് പറഞ്ഞ് സത്യവതി ടീച്ചർ എന്നെ മനഃപൂർവ്വം തോപ്പിച്ചതാ. ഏത് സത്യവതി ടീച്ചർ? സത്യവതി ടീച്ചർ, അന്നത്തെ ഹെഡ്മിസ്ട്രസ്. ചെറിയച്ഛനും ടീച്ചറും തമ്മിൽ പരസ്പരം ലവ് ചെയ്ത് ഒളിച്ചോടാൻ തീരുമാനിച്ചപ്പോഴല്ലേ മുത്തച്ഛൻ ചെറിയച്ഛനെ കുളത്തിനരിയുള്ള പുളിമരത്തിൽ കെട്ടിട്ട് അടിച്ചത്. അതോടെ ആ പ്രേമം കുളത്തിലുമായി, എന്റെ ജീവിതം വെള്ളത്തിലുമായി. മായ അതൊക്കെ മറന്നുകള. ജീവിതത്തിൽ അങ്ങനെ പലതും സംഭവിക്കും. ഒന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കരുത്. ആരെന്ത് പറഞ്ഞാലും മായ എനിക്കിഷ്ടമാണ്. എനിക്ക് മായയെ ഇഷ്ടമാണ്. ഒരു ഹൃദയം നിറയെ സ്നേഹവുമായി ലോകാവസാനം വരെ മായയെ ഒരു നിധി പോലെ ഞാൻ കാത്തുസൂക്ഷിക്കും. അങ്ങനെയൊക്കെ ഇപ്പൊ പറയും. ഈ ഹൃദയം നിറയെ കൊളസ്ട്രോൾ ആണെന്ന ചെറിയച്ഛനും ചെറിയമ്മയും ദേവകിയമ്മയും ഒക്കെ എന്നോട് പറഞ്ഞത്. ആണോ? കൊളസ്ട്രോൾ വന്നാ മരണം ഉറപ്പാ. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ശിവൻകുട്ടിയേട്ടൻ എന്നെ മറന്നേക്ക്. ഒന്ന് നിർത്തണോ? അമ്മിക്കല്ലില്ല, മൂത്ത് നടിച്ചൊരു തന്തക്കല്ലുണ്ട്. കൊത്താമോ? ഒന്ന് വേണോ? ഹൃദയം അമ്മിക്കല്ല് കൊത്താനുണ്ട്, ആട്ടുകല്ല് കൊത്താനുണ്ട്, പഴയ പാവ വിൽക്കാനുണ്ട്. ഇങ്ങനെ കുഴമ്പും വരട്ടി ചൂടും പിടിച്ച് വേദനിച്ച് കരയുന്നതിൽ ഒരു അർത്ഥമില്ല. ഒക്കെ മുത്തശ്ശൻ വിചാരിക്കുന്ന പോലെ നടക്കണമെന്നാ മുത്തശ്ശന്റെ വാശി. അതുകൊണ്ടാ ഇത് മാറാത്ത. ഉളുക്കിയതാ മോളെ. വയസ്സാവുമ്പോ ഇത്തരം ഉളുക്കും ചതവും ഒക്കെ മാറാൻ സ്വല്പം സമയമെടുക്കും. പിന്നെ ശരീരത്തിന്റെ വേദന, അതൊരു വേദനയായിട്ട് ഞാൻ എടുക്കാറില്ല. മനസ്സ് വീഴരുത്. മോള് വന്നതോടെ മനസ്സിലെ സകല വിഷമങ്ങളും തീർന്നു. മുത്തച്ഛൻ ഇപ്പോ വലിയ സന്തോഷത്തിലാ. മുത്തശ്ശൻ ഞാൻ വേണ്ട, മോൾ എന്താ പറയാൻ പോകുന്നതെന്ന് മുത്തശ്ശന് മനസ്സിലായി. മുത്തശ്ശൻ ഒരു ഡോക്ടറെ കാണണം, അത്രയല്ലേ വേണ്ടൂ. അന്ന് വന്ന് എന്റെ കാല് വന്നിച്ചു പോയ ഒരു ഡോക്ടറില്ലേ, എനിക്കവനെ വളരെ ഇഷ്ടായി. വാസുണ്ണി അയച്ച് അവനൊന്ന് വരാൻ പറഞ്ഞാലോ? കാര്യമായിട്ട് എവിടെയോ ഒരു വീക്ക്നെസ് ഉണ്ട്. അല്ലെങ്കിൽ ആ കൊള്ള ഇത്ര നേരം നഞ്ഞത്ത് വെക്കില്ല. അധിക നേരം ഈ കുഴലും വെച്ച് നിന്നാൽ സംഗതി ആകാബദ്ധമാവും. ദാസനും കാണുന്നില്ലല്ലോ. ये क्या भाई, उधर से बच्चों के निकलेगा? हमको बड़ा मुश्किल हो गया, बहुत कष्ट हो गया. സാലേ ബുദ്ധു, ഒരാളെ പരിശോധിച്ചോണ്ടിരിക്കുമ്പോ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ നിന്നോട് ആരാ പറഞ്ഞത്? कौन बोला? हमको कोई भी नहीं बोला. डॉक्टर जी गया, बच्चा बहुत रोया, मैं बहुत परेशान हो गया. डॉक्टर जी कहाँ गया, कुछ नहीं बोला. എന്തോന്ന് നെഹ്യം പോലെ ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തന്നെ? ഒരു അമ്മയ്ക്ക് 10 മാസം കുഞ്ഞിനെ ചോർന്ന് പ്രസവിക്കാൻ ഒരു 10 മണിക്കൂർ അമ്മയില്ല നമുക്ക് ഈ കുഞ്ഞിനെ നോക്കിക്കൂടാ? हमको माफ करो डॉक्टर जी. दीदी इधर गए, यहाँ कंडी लगे. दीदी इतनी अच्छी दस में इधर आ गया, हमको पगले नहीं मालूम. दीदी दीदी നാറ്റിക്കരുത്, അത് മനസ്സേശ്വരിയല്ല, ഈ വീട്ടിലെ മായയാണ്. वो माया नहीं है, मेरे मानसेश्वरी दीदी है. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇവന്റെ വിചാരം ഈ കുട്ടി മാനസേശ്വരി എന്ന. അവള് രാവിലെ ബാങ്കിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. കുട്ടി നിലവിളിച്ചപ്പം അടുത്ത മുറിയിലുള്ളവർ കംപ്ലൈന്റ് ചെയ്ത് കാണും. ഹോട്ടലല്ലേ, എന്താ ചെയ്യാ? बच्चा खर्च हो गया, मैं क्या करूंगा बोलो. ഇവൻ ആരാ? സാറിന്റെ കമ്പൗണ്ടർ? കമ്പൗണ്ടർ ഒന്നുമല്ല, സാക്ഷാൽ അളിയൻ, മാനസേശ്വരിയുടെ ഇളയനിയൻ പരമാനന്ദ ഗുപ്ത. മലയാളം അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവും, തിരിച്ചിങ്ങോട്ട് പറയുമ്പോ ഹിന്ദിയിലാവുന്നു മാത്രം. देखो महान, ये कुटी बाई प्लस दीदी प्रोडक्शन नंबर 1 है. दीदी बैंक में जाना,
बैठी होटल से करचिल हो गया, थोड़ा आदमी कंप्लेंट हो गया, मैं इधर से आया, मैं क्या कर रही हूँ सजनी? वो മാനസശ്രീ നഗികെ ഇനി ഇവിടെ വന്ന ഇവൻ എന്നെ നാറ്റിക്കും. ക്ഷമിക്കണം, ഞാൻ പോയിട്ട് പിന്നെ വരാം. ഡോക്ടർ പോണ കാര്യം എന്താണെന്ന് ചോദിക്കി. അയാൾ എന്താ പറഞ്ഞേ? ആകെ പ്രശ്നമാണെന്നാ പറഞ്ഞേ. ഡോക്ടറെ, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. എന്താ ഡോക്ടറുടെ പ്രശ്നം? വാടകയ്ക്ക് ഒരു വീട് കിട്ടാനില്ല മുത്തച്ഛ, അത് തന്നെ എന്റെ പ്രശ്നം. ഇതൊരു പ്രശ്നമാക്കി എന്നെ ഇങ്ങനെ പെരുവഴിയിൽ ഇട്ടും വെച്ച് നിങ്ങൾ കുഞ്ഞിനെ എടുത്തോണ്ട് ഓടണ്ട. തൽക്കാലത്തേക്ക് ഒരു ചെറിയ വീട് ഞാൻ തരാം. കുറെ കൂടെ വലുത് വേണമെന്ന് തോന്നിയാലേ അപ്പം മാറാലോ. പടിഞ്ഞാറ്റും വീടിന്റെ താക്കോൽ ആരുടെ കയ്യിലാണ്? എന്തെങ്കിലും അച്ഛാ? അത് തുറന്നു വൃത്തിയാക്കി ആ താക്കോൽ ഡോക്ടറുടെ കയ്യിൽ കൊടുക്ക്. അവരവിടെ താമസിക്കട്ടെ. വാടകയുടെ കാര്യമൊക്കെ ഞാൻ പിന്നെ പറഞ്ഞോളാം. പ്രസവരക്ഷയ്ക്കും നടുവേദനയ്ക്കും കൊളസ്ട്രോൾ ഉണ്ടാവോ? ഇതാ, ഇതൊരു 6 കുപ്പി വീതം ഒരു 6 മാസം കൊണ്ട് സേവിക്കുക. ധാരാളം വെള്ളവും കുടിക്കുക. എന്തുമാത്രം വെള്ളം കുടിക്കേണ്ടി വരും? ഇവിടെ വെള്ളം വെച്ചിരിക്കുന്ന എന്തായാലും കുടിച്ചു തീർക്കുക. മഴ വന്നാൽ കുറവടിക്കുക. അതല്ല, മഴവെള്ളം കുടിക്കണമെന്ന്. അതും ലേശാവാം. എന്തായാലും വെള്ളം കുടിക്കണമെന്നുള്ളത് നിർബന്ധമാണ്. കൊളസ്ട്രോൾ ഒക്കെ അങ്ങോട്ട് മാഞ്ഞു പോവും. അതോടെ ഞാനും മാഞ്ഞു പോവോ? ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ ഇവിടെ വരിക. ജീവനുണ്ടെങ്കിൽ വരാം. പേടിക്കണ്ട, ഇത് തുടക്കം മാത്രാ. നിയന്ത്രിച്ചാൽ കോളറ ഇല്ലാതാക്കാം. കോളറ അല്ല, കൊളസ്ട്രോൾ. അത് തന്നെ. പോയിക്കോളൂ. എന്താ ശിവകുട്ടിയേട്ടാ, ഇതുവഴി പോകാറില്ലല്ലോ? ഇനി ഒരു വഴിക്കും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? എവിടെയോ ഒരു കൊളസ്ട്രോൾ. ഇത്ര ചെറുപ്പത്തിലെ തന്നെ? അച്ഛൻ മരുന്ന് തന്നിട്ടുണ്ട്. ഇനി എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് വസുമതി. വരട്ടെ, എന്റെ പോട്ടെ. ശിവൻകുട്ടിയേട്ടാ, നമ്മുടെ വീട്ടിൽ മാനശേശ്വരി ചേച്ചി താമസിക്കാൻ വന്നു. ഏത് മാനശേശ്വരി? ശിവൻകുട്ടിയേട്ടൻ കയറി പിടിച്ചില്ലേ, ആ മാനശേശ്വരി ചേച്ചി. എന്തിനോ? വെച്ചോ വെച്ചോ. എടാ വാസുണ്ണേ, അവരെന്തിനാടാ കുഞ്ഞിനെ കൊണ്ട് പഠിപ്പരി വന്നിരിക്കുന്നേ? കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതായിരിക്കും. നമുക്കൊന്ന് ലോഹ്യം പറഞ്ഞ് മുട്ടി നോക്കിയാലോ? അത് വേണോ? ഒരിക്കൽ മുട്ടിയതിന്റെ തട്ട് ഇതുവരെ മാറിയിട്ടില്ല. ഞാൻ കൂടെ ഇല്ലേ, ധൈര്യമായിട്ട് പോ. എന്നാ ഒരു സോറി പറഞ്ഞിട്ട് പോരാ. അതേതാടാ ഒരു കുളക്കോഴി? മാനശേശ്വരി ചേച്ചിയുടെ ബ്രദറാ, പരമാനന്ദ ഗുപ്തച്ചേട്ടൻ. പരമാനന്ദ ഗുപ്ത. आप कैसा है? सिंदर फ्लस में सफिंदर गुल्फी ഉട്ടാലങ്ങിന്റെ ജൂഹു ബീച്ച് में ദിൽബാർ है. കുത്തി പൊട്ടും. ഇവിടെ പുതിയ ആൾക്കാർ താമസിക്കാൻ വന്നു എന്ന് ഇവൻ പറഞ്ഞപ്പോ കൊളസ്ട്രോൾ ആയിട്ടും ഞാൻ ഓടി വരിക. മായ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പൊ ഞാൻ അന്ന് അറിയാതെ കയറി പിടിച്ചത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. അതൊക്കെ പോട്ടെ. താമസമൊക്കെ എങ്ങനെയുണ്ട്? അച്ഛാ ഹേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. ഐ എം ശിവൻകുട്ടി എം.എ. കൈതരൂ. ये क्या करता है साहब? ये आपका माया देवी है. താൻ പോടോ. ഈ വിചിത്ര ജീവി എവിടെ നീട്ടി മാനസേശ്വരി ദേവി? എനിക്ക് അറിഞ്ഞൂടാ ശിവകുട്ടിയേട്ടാ, അതാ ഡോക്ടറോട് ചോദിക്കണം. അയ്യോ, മായാണിത്. അയ്യോ, ये आदमी गरम हो गया. എന്താ ഡോക്ടറെ, കുഞ്ഞിന് സുഖമില്ലേ? അവളിങ്ങനെയാ, രാത്രിയായ കരയും. ശിവൻകുട്ടി കിടക്കുന്നില്ലേ? ഓ, എന്റെ കാര്യം പോക്കാ ഡോക്ടർ. ഒരു മനസമാധാനവും ഇല്ല. മനസമാധാനം കിട്ടാൻ ഒരുപാട് വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചാൽ കൊളസ്ട്രോൾ ഒക്കെ ഒഴുകി പോകുമെന്ന് വൈദ്യര് പറഞ്ഞു. നേരാണോ ഡോക്ടർ? നേരാ. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, രാത്രിയിൽ ഒരുപാട് തവണ മുള്ളാൻ എണീക്കണം. അതാ കഷ്ടം. ഉറക്കവും വരികയല്ല. ഞാനൊന്ന് മുള്ളി വെച്ച് എന്നാ തോന്നുന്നു. അവന്റെ ഒരു ഊട്ട് കത്തപ്പെടുക്കല്. സാറേ, പാല് റെഡി. ഉണക്കി
ഉണർത്തി കൊടുക്കണോ അതോ ഉണർന്നിട്ട് കൊടുത്താ മതിയോ? നീ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. ആ സാധനം അവിടെ വെക്കടാ. ഇത് ഞാൻ ചോദിച്ചിട്ട് നേരം കുറയായില്ലേ? ഹ, ചോദിക്കുമ്പോൾ പെട്ടെന്ന് ചൊരുത്തി തരാം. ഞാൻ എന്താ പശുവോ? സാർ എങ്ങനെയും കുഞ്ഞിനെ ചേച്ചിയുടെ അടുത്ത് എത്തിക്ക്. ഇത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. ചേച്ചിയുടെ കയ്യിലേ ഇതിനെക്കാളും നല്ല ബെസ്റ്റ് കുപ്പിയുണ്ട്. കുഞ്ഞിന് അതാ വേണ്ടത്. ആ നീ വാ. മായയോട് ഞാൻ പിന്നാമ്പുറത്തെ വാതില് സാക്ഷിയിടാതെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കുഞ്ഞിനെ അവളുടെ കൈ കൊടുത്തിട്ട് വേഗം വരാം. വാ. എന്നാ പിന്നെ സാറും അവിടെ കിടന്ന് സൗകര്യം പോലെ വന്നാ മതി. കുഞ്ഞിനും ചൂട് കിട്ടും, പിന്നെ സാറിനും. അവൾ എന്റെ ഭാര്യ. ഉം. അതുകൊണ്ട് കൂടുതൽ കോമഡി വേണ്ട. വാ. ഈശ്വര, ആ വാതിലൊന്നും തുറന്നു വെക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതാരാ ഈ സമയത്ത് പൈപ്പ് തുറന്നിട്ട്? മുത്തച്ഛനായിരിക്കും. പോട്ടെ, കൊളസ്ട്രോൾ മുഴുവനും പോട്ടെ. അവന്റെ ഒരു ഒടുക്കത്ത വെള്ളം കുടി. ഇവൻ നേരെ വെളുക്കുന്നത് ഒരു പൈപ്പ് തുറന്നു വെച്ചു. ഇന്നിനകത്ത് കടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. രാത്രി ഇങ്ങനെ ബഹളം വെച്ച് നടക്കാതെ ഒരു സ്ഥലത്ത് അടങ്ങി കിടന്നൂടെ? ബാക്കിയുള്ളവർക്ക് ഉറങ്ങണം. ഉറങ്ങിക്കോളൂ. ഈ പാവ ശിവൻകുട്ടിയുടെ നേരെ മായയുടെ മനസ്സ് എന്നും ഉറങ്ങിക്കിടന്നിട്ടേ ഉള്ളൂ. അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിന് മാപ്പ് പറയാൻ പോലും സമ്മതിക്കാതെ മായ എന്നിൽ നിന്നും മുഖം തിരിച്ചു നടന്നു. മരണം മുന്നിൽ കാണുന്ന ഈ പാവത്തിനെ മായ തെറ്റിദ്ധരിച്ചു. സാരമില്ല. കൊളസ്ട്രോൾ നിറഞ്ഞ ഈ ഹൃദയത്തെ സ്നേഹിക്കാൻ ചെമ്പരത്തിപ്പൂ പോലെ ഹൃദയമുള്ള ഒരു പെൺകുട്ടി ഈ നാട്ടിൽ തന്നെയുണ്ട്. വൈകാതെ മായക്കത് മനസ്സിലാവും. ഗുഡ് നൈറ്റ്. സോറി, ഗുഡ് മോർണിംഗ്. സമയം ഇപ്പോൾ വെളുപ്പിനെ 4 മണി. എന്റെ അടുത്ത വെള്ളം കൂടി കൃത്യം 4:10 തുടങ്ങണം. ഉറങ്ങിക്കോളൂ. ഉം.